പ്രിയമുള്ളവരെ, പട്ടി കടിച്ച പത്രവുമായി വിഷണയായിട്ടിരുന്ന ഞാൻ മൂക്കിൽ വിരലിട്ടിരിക്കുന്ന കുഞ്ഞിനെ കണ്ടു. എന്തോ നീ കാണിക്കുന്നത്, ആരും കണ്ടു കഴിഞ്ഞാൽ നാണക്കേടല്ലേ എന്ന് സ്വാഭാവികമായി ഞാനൊന്ന് ചോദിച്ചു പോയി. അപ്പോൾ നല്ല അത്യുഗ്രൻ മറുപടിയും കിട്ടി. ആരും കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ അല്ലേ എന്ന്. കണ്ടാലും കണ്ടില്ലേലുമുള്ള കുഴപ്പം എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു. വളരെ കഷ്ടം തന്നെ. ആരും അവിടെ ഓണടിക്കുന്നു, പക്ഷെ ഞാൻ തുറക്കില്ല. വല്ലാണ്ട് ശല്യമായിപ്പോൾ അതുകൊണ്ട് ചെന്ന് നോക്കി. ആക്രിക്കാരായിരുന്നു. ഇപ്പം വീടുകളിലെ കോളിംഗ് ബെല്ലിന് പകരം വണ്ടിയുടെ ഓണാണ്. ആ ഓൺ അടിച്ച് നമ്മളെ വിളിച്ചു വരുത്തും. അതാണ് അവസ്ഥ. കാലം പോയി പോക്കേ. എന്ത് തന്നെയാണെങ്കിലും ഇനിയും അത്യാവശ്യക്കാരാണോ ഇല്ലയോ എന്നുള്ള അറിയണ്ടേ. അപ്പോൾ ഞാൻ എവിടെയാണ് പറഞ്ഞു നിർത്തി? വ്യക്തി ശുചിത്വം എന്നൊരു കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ചെറിയ കുട്ടികൾ തന്നെയല്ല, നമ്മളിപ്പോൾ ആഹാരം കഴിക്കാനായിട്ടൊരു റെസ്റ്റോറൻറ്റിൽ ചെന്നെന്ന് വയ്ക്കുക. അവിടെ കാണുന്ന പല പ്രകടനങ്ങളും മനസ്സിൽ അറപ്പുണ്ടാക്കുന്ന, വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പലയിടങ്ങളിലും ഉള്ള അനുഭവങ്ങൾ അപൂർവം. നമ്മുടെ കേരളത്തിലെ അവസ്ഥയാണ് പറഞ്ഞത്. ഞാൻ ഈ ലോകസഞ്ചാരമൊന്നും ഒരുപാട് നടത്തുന്ന ആളല്ല. ഈ ഇട്ടാവട്ടത്തിൽ മാത്രമേ സഞ്ചരിക്കാറുള്ളൂ. അപ്പോൾ ഇവിടുത്തെ കാര്യമാണ് ഈ പറയുന്നത്. അന്യനാട്ടിലെ കാര്യങ്ങളൊന്നും തന്നെയല്ല. ഓക്കെ. അപ്പം വളരെ ദുരവസ്ഥ തന്നെയാണ് നമ്മുടെ ഇവിടേക്കുള്ള ഹോട്ടലുകളിലെയും റെസ്റ്റോറൻറ്റുകളിലെയൊക്കെ അവസ്ഥ. ആരും ഇതിനെക്കുറിച്ചൊന്നും ബോധമിടല്ല. ആർക്കും ഇതൊന്നും ഒരു വിഷയമല്ല. പലരും കണ്ടില്ല എന്ന് വെച്ചങ്ങ് പോകും, അങ്ങ് വിഴുങ്ങും. അപ്പം അല്ലാതെ പറ്റില്ല എന്ന അവസ്ഥയാണ്. പ്രതികരിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഒരു റിക്വസ്റ്റാണിത്. കുറച്ചൊക്കെ വ്യക്തി ശുചിത്വം പാലിക്കുക, മറ്റുള്ളവരിൽ അറപ്പുണ്ടാക്കാതിരിക്കുക. പ്രത്യേകിച്ചും ഇതുപോലെ നമ്മൾ പൊതുവായ സ്ഥലങ്ങൾ ആഹാരം കഴിക്കാനായിട്ടൊക്കെ പോകുമ്പോൾ, കൈ കഴുകാനൊക്കെ പോകുമ്പോൾ മറ്റുള്ളവരെ അറപ്പിക്കാതിരിക്കുക, വെറുപ്പിക്കാതിരിക്കുക. ഇത്രയേ ഉള്ളൂ. ചെറിയൊരു കാര്യമാണ്. ആർക്കെങ്കിലും ഞാനിപ്പോൾ ഈ പറയുന്നത് കേട്ട് അറപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ സധേയം ക്ഷമ ചോദിക്കുന്നു. കാര്യം ഞാനും ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എല്ലാം സംസാരിക്കുന്ന ഞാൻ ഓട്ടും. കേൾക്കാൻ പോലും താല്പര്യമില്ല. കാര്യം വേറെ ഒന്നുമല്ല, അറപ്പ് വന്നു പോകും. അതുകൊണ്ടാണ്. പക്ഷേ ഇന്നത് പറയേണ്ടി വന്നു. ആർക്കെങ്കിലുമൊക്കെ വെളിച്ചം ഉദിക്കുന്നെങ്കിൽ ഉദിക്കട്ടെ എന്ന് കരുതിയിട്ട് പറഞ്ഞു പോയതാണ്. ഓക്കെ. താങ്ക് യു.